കൂത്താട്ടുകുളം NSS ശ്രീദുർഗ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വനിതാ ദിനാഘോഷം NSS താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ജയസോമൻ ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിന് കൂടുതൽ താല്പര്യം തോന്നിയത് പെൺകുഞ്ഞിനോടായിരുന്നു. പെൺകുഞ്ഞ് ജനിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് ഹസ്ബൻഡ് പറഞ്ഞു വീട്ടിലേക്ക് പോരണ്ട, സ്വന്തം വീട്ടിലേക്ക് പൊയ്ക്കോളാൻ. ആ സഹോദരിയുടെ ആങ്ങളേനെ വിളിച്ചിട്ടും ഹസ്ബൻഡ് പറഞ്ഞു ഇതുമായി പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് സാധ്യമാവില്ല, അതുകൊണ്ട് അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന്. പക്ഷേ സഹോദരൻ പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോകും, നമുക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാമെന്ന്. വീട്ടിൽ ചെന്നു. അവൾക്ക് ആ കുടുംബവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. അവൾ ലാസ്റ്റ് എടുത്ത തീരുമാനം ആ പൊടി കുഞ്ഞിനെ, ഒരാഴ്ച പോലും ആവാത്ത ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ളത്. ഒരു ഡിസംബർ മാസം തണുപ്പ് അതീവമായുള്ളൊരു ദിവസം അവൾ ആ കുഞ്ഞിനെ രാത്രിയിൽ പുറത്തെടുത്ത് കിടത്തി. തണുപ്പ് സഹിക്കാൻ വയ്യാതെ ആ ഒരു പ്രകൃതി പ്രതികൂലമായ അവസ്ഥയിൽ കുഞ്ഞ് മരിക്കുമെന്നുള്ളൊരു, കാരണം ഇത്രയും ദിവസമുള്ളൂ തണുപ്പ് കൊണ്ട് കുഞ്ഞ് മരിക്കുമെന്ന് ഓർത്ത് അവിടെ ഇരുന്നു. ഒരു കുഞ്ഞ് മരിക്കുന്ന അമ്മയുടെ വേദനയോടുകൂടി അവൾ പിറ്റേ ദിവസം ഏത് രീതിയിൽ അഭിനയിക്കണം എന്നുള്ള രീതിയിലേക്ക് അവൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, ആ രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെക്കണം എന്നുള്ള രീതിയിലൂടെ അവൾ കിടന്നുറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് നോക്കി കുഞ്ഞ് മരിച്ചു കാണും എന്ന് വിചാരിച്ച് അവൾ ആർത്ത് കരഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ആ തുണിയിൽ പൊതിഞ്ഞ് കുഞ്ഞ് ശരിക്കും കൈയും കാലും എല്ലാം തണുത്ത് മരവിച്ചിരുന്നു. പക്ഷേ നാഡിയിടുപ്പുണ്ടായിരുന്നു. അവൾ മനസ്സിൽ കരുതി ശക്തിയോടുകൂടി, ദുർബലയാന്ന് പറയുന്ന ആ സ്ത്രീ പ്രകൃതി പ്രതികൂലമായിട്ടിരുന്നെങ്കിലും ആ കുട്ടിയുടെ ജീവൻ ദൈവം എടുത്തില്ല. അപ്പോൾ പ്രകൃതിക്ക് പോലും ഇത് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കി അവൾ ധൈര്യത്തോടു കൂടി എല്ലാവിധ അചഞ്ചലമായ ശക്തിയോടുകൂടി അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് വീട്ടിലുള്ള ഏതൊരു അവസ്ഥയെയും അവൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയി ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും കരുതേണ്ടത്. നമ്മുടെ മനസ്സിലൊരു ശക്തിയുണ്ട്, നമ്മൾ ഒരിക്കലും ദുർബലയല്ല, നമ്മൾക്ക് ശക്തിയുണ്ട്. ആ കൂത്താട്ടുകുളം NSS ഹാളിൽ നടന്ന ചടങ്ങിൽ വനിതാ സമാജം പ്രസിഡന്റ് സുധാ വിജയൻ അധ്യക്ഷത വഹിച്ചു. ശ്രീധരിയം ഡയറക്ടർ ജയശ്രീ P. നമ്പൂതിരി വനിതാ ദിന സന്ദേശം നൽകി. പറയണ്ട, എല്ലാ വർഷവും പറയുന്നത് പോലെ തന്നെ എല്ലാ വർഷവും ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് വനിതാ ദിനം എന്താണ്, അതിൻ്റെ പ്രാധാന്യം, ഇതിനെപ്പറ്റിയെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് സമയം കളയേണ്ടതായ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. കൂടുതൽ എനിക്കറിയില്ല എന്ന് വിചാരിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഒരു ദിനം, വനിതയ്ക്ക് വേണ്ടി ഒരു ദിനം എന്നില്ല, വനിത എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുമുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് വനിതാ ദിനം ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതെന്ന് വെച്ചാൽ, പക്ഷേ ഈ വനിതകൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് സാധിക്കുമോ എന്ന് നമുക്ക് അതൊക്കെ ഒന്ന് പറയാനും നമ്മൾ വനിതകളെല്ലാവരും കൂട്ടാനും വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വനിതകൾ ചെയ്യാത്ത എന്താ കാര്യമുണ്ട്. ഒരു വനിത എന്ന് പറഞ്ഞാൽ അത് ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ അവതാരം തന്നെയല്ലേ. ഈ ശിവനുണ്ട്, പക്ഷെ ശിവന് ശക്തി വേണമെങ്കിൽ ശരിക്കും വനിതയായ പാർവതീദേവി കൂടെ നിൽക്കണ്ടേ, ശിവശക്തികളാണ്. അതുപോലെ ഏത് കാര്യത്തിനും ശക്തി ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. അതാണ് നമ്മുടെ വനിതകളുടെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഏതായാലും നമ്മളൊരു പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ എല്ലാം നിലനിന്ന് പോകണമെന്നെങ്കിൽ ഒരു വനിത തന്നെ ശ്രമിക്കണം. പക്ഷേ പുരുഷനും സ്ത്രീക്കും ലിംഗ വ്യത്യാസം ഉണ്ടെങ്കിലും അതെന്താണോ ഭഗവാൻ വനിതകൾക്കാണ് അത് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ ഓർത്തിരിക്കണം. ഒരു വനിതയ്ക്കാണ് ഒരു വീണ്ടും ഒന്നുകൂടി ഒരാളെ കൂടി ഉണ്ടാക്കാൻ പുരുഷന്മാരുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും അവരാണ് അതിനുവേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നത്. അവരുടെ സ്നേഹം, ദേഷ്യം എന്ന് വേണ്ട എല്ലാം അതിനുകൂടി പ്രവർത്തിപ്പിച്ച് വീണ്ടും ഒരു കുഞ്ഞ് ജന്മം നൽകും. അതിനെ ആലോചിച്ചും ശാസിച്ചും അതിനെ വളർത്തി വലുതാക്കിയെടുത്ത് അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യാൻ വനിതകളെയാണെന്ന് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ പഴയ കാലങ്ങളിലെ വനിതകൾ വനിതാ സമാജം സെക്രട്ടറി ബിന്ദു രവീന്ദ്രൻ, NR ശ്രീകുമാർ, KR സോമൻ, NC വിജയകുമാർ, മായാദേവി, ലതാ ബാലചന്ദ്രൻ, ഉഷാ മധു, വിജയം രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മാതൃകാപരമാകുന്നത് അത് മാനേജ്മെൻറ്റിലാണ്. അതിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ
അത് വനിതകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സംഘടനയുടെ മാനേജ്മെൻറ്റ് അതിനൊരു ഗോൾഡൻ റേഷ്യോ ഉണ്ടാകും. അത് നമ്മൾ സുവർണാനുപാതം എന്ന് പറയും. നോക്കിക്കണ്ടു പഠിക്കാൻ നമുക്ക് സൂര്യകാന്തിയാണ് നോക്കേണ്ടത്. സൂര്യകാന്തി പൂവ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇതളുകൾക്കും ഒരേപോലെ പ്രകാശം നൽകുന്ന രീതിയിൽ ചേർന്നിരിക്കും. പലപ്പോഴും നമ്മളിതിനെ ശാസ്ത്രീയമായി കാണാറില്ല. മൂവാറ്റുപുഴ താലൂക്ക് യൂണിയനിലെ മിക്ക വനിതാ സമാജ യോഗങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാർച്ച് മാസം 8-ാം തീയതി US അവിടുത്തെ വനിതകൾ അവർക്ക് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനും അതുപോലെ അവരുടെ വേതന വർധനവിന് വേണ്ടിയും അതുപോലെ അവരുടെ ജോലി സമയം കുറയ്ക്കുന്നതിന് വേണ്ടിയും ഒക്കെയായിട്ട് സമരം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും മാർച്ച് 8-ാം തീയതി വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ജയസോമൻ, മായ വിശ്വനാഥൻ, രത്നമ്മ ചിറ്റത്ത്, രമാമോഹനൻ, കമലമ്മ എന്നിവരെ ആദരിച്ചു. ഉഷാ മധു, സരസ്വതി അമ്മ, രൂപ, ശ്രീകല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.